വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ട്രേഡർ ആയിരുന്നു റയാൻ. എല്ലാ കാര്യങ്ങളും കറക്റ്റായി അനലൈസ് ചെയ്തിട്ടാണ് അദ്ദേഹം എന്നും മാർക്കറ്റിൽ പ്രവേശിക്കുന്നത്. പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ട്രേഡില് അദ്ദേഹം എൻറ്റർ ചെയ്യുകയാണ്. പ്രൈസ് 2% ഡ്രോപ്പ് ആകുമ്പോൾ എക്സിറ്റ് ചെയ്യാനായിരുന്നു അദ്ദേഹത്തിന്റെ പ്ലാൻ. എന്നാൽ അധിക സമയം വൈകാതെ ട്രേഡ് അദ്ദേഹം ചിന്തിക്കാത്ത ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. 2% സ്റ്റോപ്പ് ലോസിൽ അദ്ദേഹത്തിന് ഇറങ്ങാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ അത് 8%ത്തിലേക്ക് മാറി. എക്സിറ്റ് ബട്ടൺ അമർത്താൻ കഴിയാതെ ഈ ട്രേഡ് തിരിച്ചു വരും എന്ന ചിന്ത അദ്ദേഹത്തെ വല്ലാത്ത രീതിയിൽ അലട്ടാൻ തുടങ്ങി. സമയം കടന്നുപോയത് അറിഞ്ഞില്ല. ലോസ് 12%ത്തിലേക്ക് മാറി. അതും അഡ്മിറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ മനസ്സ് അനുവദിച്ചില്ല. ഈ ട്രേഡ് നാളെ കറക്റ്റായ രീതിയിൽ റിവേഴ്സിൽ വരും, എന്റെ നഷ്ടം എനിക്ക് റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും എന്ന ഉറപ്പോടെ അദ്ദേഹം ആ ട്രേഡ് ഹോൾഡ് ചെയ്യുകയാണ് ഉണ്ടായത്. പിറ്റേ ദിവസം രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ ലോസ് എന്ന് പറയുന്നത് 25% ആണ് അദ്ദേഹം കാണുന്നത്. സ്വാഭാവികമായിട്ടും ചിന്തിച്ചു, 25% ലോസിൽ ഞാൻ ഇറങ്ങണമോ അതോ ഒന്നുകൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി താഴെ വന്ന് ഒരു 10% ലോസിലെങ്കിലും ഇറങ്ങിയേക്കാം എന്ന രീതിയിൽ അദ്ദേഹം വീണ്ടും വെയിറ്റ് ചെയ്യുകയും, എന്നാൽ അദ്ദേഹത്തിന്റെ ട്രേഡിംഗ് അക്കൗണ്ടിലെ ബാലൻസ് എംറ്റി ആകാൻ പിന്നീട് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ഇത് ഒരു പെയിൻഫുൾ റിയലൈസേഷൻ ആണ്. ശരിക്കും അദ്ദേഹത്തിന്റെ ബിഗ്ഗസ്റ്റ് ലോസ് എന്ന് പറയുന്നത് മണി ആയിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മറിച്ച് ഒരു ചെറിയ തോൽവിയെ പോലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് അവിടെ ക്രമീകരിക്കപ്പെട്ടത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. മിക്കവാറും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാത്ത ട്രേഡേഴ്സ് അധികം ഉണ്ടാവില്ല. ഒരു ലോസിംഗ് ട്രേഡില് സ്റ്റക്കായി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ, എക്സിറ്റ് ചെയ്യാൻ സാധിക്കാതെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഇറ്റ്സ് ലോസ് ആവേർഷൻ. ഇതൊരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ട്രാപ്പാണ്. ഹ്യൂമൻ ബ്രെയിനുമായി ഡീപ്ലി വയേർഡ് ആയിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ആയിട്ട് വേണം ഇതിനെ കണക്കാക്കാനായിട്ട്. ഇതൊരു ബാഡ് ട്രേഡിംഗ് ഹാബിറ്റ് മാത്രമല്ല, ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് കൂടിയാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ആളുകളെ സ്ട്രഗിൾസിനോട് സർവൈവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയാണിത്. ശരിക്കും ന്യൂറോ സയൻസ് പഠനങ്ങൾ തെളിയിക്കുന്നത് മണി ലോസിംഗ് എന്ന് പറയുന്നത് ബ്രെയിനിലെ റീജിയൻസ് ആക്ടിവേറ്റ് ആവുകയാണ്, എസ്പെഷ്യലി അമിഗ്ഡാല ആൻഡ് ഇൻസുലാർ കോർട്ടെക്സ് എന്ന് പറയുന്ന പോർഷൻസ്. ഇത് ശരിക്കും ഒരു ഫിസിക്കൽ പെയിൻ എന്നതുപോലെയാണ് ബ്രെയിനിൽ പ്രവർത്തിക്കുന്നത്. അതായത് ബ്രെയിൻ ലോസസിനെ പെർസീവ് ചെയ്യുന്നത് ഒരു ത്രെറ്റ് ആയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വർഷങ്ങളായിട്ട് ആളുകൾക്ക് സ്വയം സ്ട്രഗിൾസിനോട് സർവൈവ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം പ്രവർത്തിക്കുന്നുണ്ട്. അതേ മെക്കാനിസമാണ് ഈ ലോസിന്റെ സമയത്ത് നമ്മുടെ ബ്രെയിനിൽ പ്രവർത്തിക്കുന്നത്. അമിഗ്ഡാലയില് ഫൈറ്റ് ഫ്ലൈറ്റ് മോഡ് ആക്ടിവേറ്റ് ചെയ്യുകയും സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യപ്പെടുകയാണ്. ഇതാണ് ട്രേഡേഴ്സിനെ യുക്തിരഹിതമായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. സ്ട്രെസ് ഹോർമോൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റാഷണൽ തിങ്കിങ്ങിനുള്ള ഒരു വേ അവിടെ അടയപ്പെടുകയും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തികച്ചും യുക്തിരഹിതമായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉണ്ടാവുന്നത്. അങ്ങനെ ലോസിംഗ് ട്രേഡ് ക്ലോസ് ചെയ്യുന്നതിനെ ഒരു പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനേക്കാളും ആളുകൾ പ്രിഫർ ചെയ്യുന്നത് അത് ഹോൾഡ് ചെയ്യാനായിട്ടാണ്. ബ്രെയിനിലെ ഫിയർ സെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന അമിഗ്ഡാല നിങ്ങൾ ഒരു ലോസിനെ സമീപിക്കുമ്പോഴേക്കും നിങ്ങളെ പാനിക് മോഡിലേക്ക് പുഷ് ചെയ്യുകയാണ്. ഇതുമൂലം ട്രേഡേഴ്സ് ഫ്രീസ് ആവുകയും ആക്ഷൻ എടുക്കാൻ കഴിയാതെ വരികയുമാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, വിന്നിംഗ് ട്രേഡ്സ് എന്ന് പറയുന്നത് ബ്രെയിനിലെ പ്ലഷർ കെമിക്കലായ ഡോപ്പമിൻ റിലീസിന് കാരണമാകുന്നു എന്നത്. എന്നാൽ ട്രേഡ് ഒരു ബാഡ് മോഡിലേക്കാണ് നീങ്ങുന്നതെന്ന് കരുതുക. അപ്പോഴും ബ്രെയിൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ ഡോപ്പമിൻ ഹിറ്റ് ഉണ്ടാകാനായിട്ടാണ്. ഇതാണ് നിങ്ങളെ കൺവിൻസ് ചെയ്യുന്നത്, ട്രേഡ് കുറച്ചുകൂടി ഹോൾഡ് ചെയ്യൂ, വീണ്ടും നിങ്ങൾ വിന്നിങ്ങിലേക്ക് വരും. ഇതാണ് നിങ്ങൾക്ക് ശരിക്കും ഒരു റിവേഴ്സലിലേക്കുള്ള പ്രതീക്ഷ നൽകുകയും നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നതിലേക്ക് കൺവിൻസ്ഡ് ആക്കുകയും ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്. പ്രോബ്ലം ഇതാണ്, ഹോപ്പ് ഈസ് നോട്ട് എ സ്ട്രാറ്റജി. കൂടുതൽ ഹോൾഡ് ചെയ്യും തോറും നഷ്ടത്തിന്റെ വ്യാപ്തിയും കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ബ്രെയിൻ ഹേറ്റ്സ് ടു ബീങ് റോങ് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ അത് നിങ്ങളെ ഒരു ഹോൾഡിംഗ് പൊസിഷനിൽ തന്നെ തുടരാനായിട്ട് പ്രേരിപ്പിക്കുന്നു. ഇവിടെ ശരിക്കും ലോസ് ആവേർഷൻ എന്ന് പറയുന്ന പ്രോബ്ലം അനുഭവിക്കുന്ന വ്യക്തികള് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബ്രെയിനിനെ തന്നെ റീവയർ ചെയ്യുകയാണ്. നമുക്ക് ബിസിനസ് എക്സ്പെൻസുകളായിട്ട് എന്തുകൊണ്ട് ലോസിനെ കരുതിക്കൂടാ? നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എക്സ്പെൻസ് എന്ന രീതിയിൽ ഒരു പോർഷൻ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. ട്രേഡിംഗിലും ആ ഒരു സെയിം രീതിയിൽ നമ്മൾ ലോസിനെ കാണുകയും ലോസസ് ആർ ദ പാർട്സ് ഓഫ് ദ ഗെയിം എന്നുള്ളത് നമ്മുടെ ബ്രെയിനിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ട്രേഡിൽ ഒരു ലോസ് വരുമ്പോൾ ഇമോഷണലി ആക്ട് ചെയ്യാതെ തന്നെ ലോജിക്കലി ബിഹേവ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ബ്രെയിനിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഓർക്കുക, ലോസ് ആവേർഷൻ എന്ന് പറയുന്നത് ഒരു ട്രേഡിംഗ് ഇഷ്യൂ മാത്രമല്ല, ഇതൊരു ബയോളജിക്കൽ റിയാക്ഷൻ കൂടിയാണ്.
So rewire your brain to think like a risk manager, not a gambler.